ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ നെക്സ്റ്റ് വീഡിയോ. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് ക്രിസ്മസ് റിലീസ് ആയിട്ട് എത്തിയിട്ടുള്ള ഡങ്കി എന്ന് പറയുന്ന ഷാറൂഖ് ഖാന്റെ സിനിമയെ കുറിച്ചിട്ടാണ്. രാജ്കുമാർ ഹിരാനിയാണ് പടം സംവിധാനം ചെയ്തിരിക്കുന്നത്. അമൻ എന്ന് പറയുന്ന ആളാണ് ഇതിന്റെ സ്കോർ ചെയ്തിരിക്കുന്നത്. പ്രിഥമാണ് സോങ്സ് ചെയ്തു വെച്ചിരിക്കുന്നത്. സോ ആദ്യം തന്നെ എടുത്തു പറയാനുള്ളത്, ഇതിന്റെ പ്രതീക്ഷ എന്ന് പറയുന്നത് ഒരു ഷാറൂഖ് ഖാൻ ചിത്രം എന്നതിലുപരി രാജ്കുമാർ ഹിരാനിയുടെ സിനിമ എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ ഇതിന് മുമ്പത്തെ സിനിമകളായിട്ടുള്ള മുന്നാബായ് MBBS, അതുപോലെ തന്നെ 3 Idiots, PK എന്നീ സിനിമകളുടെ ഒക്കെ കട്ട ഫാനാണ് ഞാൻ. ആ ഒരു സിനിമകൾക്കൊക്കെ ശേഷം വരുന്ന ഒരു ഹിരാനി ചിത്രം എന്നുള്ളതാണ് ഈ ഒരു സിനിമ ഇത്രയധികം വെയിറ്റ് ചെയ്യാനുള്ള കാരണം. ഒരു വർഷം മുന്നേ തന്നെ ഇതിന്റെ എന്താ പറയുക ഷൂട്ടിംഗ് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വന്നത് മുതൽ തന്നെ വളരെയധികം കാത്തിരുന്നിട്ടുള്ള ഒരു സിനിമയാണ്. സോ രാജ്കുമാർ ഹിരാനിയുടെ സിനിമകൾക്ക് ഒരു പാറ്റേൺ ഉണ്ട്. കോമഡിയിൽ കൂടെ, ബ്ലാക്ക് ഹ്യൂമറിൽ കൂടെയാണ് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നതൊക്കെ. ആക്ഷൻ സീൻസ് ഒക്കെ വളരെയധികം കുറവായിരിക്കും. സോ അതുകൊണ്ട് തന്നെ ഷാറൂഖ് ഖാൻ എന്ന് പറയുന്ന ആ ഒരു താരത്തിന്റെ സ്റ്റാർഡത്തിന് മുകളിൽ നിൽക്കുന്ന ഒരു പ്രതീക്ഷയാണ് രാജ്കുമാർ ഹിരാനി എന്ന് പറയുന്ന ഡയറക്ടർക്ക്, ഞാൻ എന്ന പ്രേക്ഷകനുള്ളത്. സിനിമയിലേക്ക് വരുന്ന സമയത്ത് ഈ പറഞ്ഞ 3 സിനിമകളുടെ അത്രയൊന്നും ഈ ഒരു സിനിമ വന്നിട്ടില്ലെങ്കിൽ പോലും വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു കറന്റ് സിറ്റുവേഷനിലുള്ള കുറച്ച് പ്രോബ്ലംസ് ഈ ഒരു സിനിമ ബ്ലാക്ക് ഹ്യൂമറിൽ കൂടെ ഒരുപാട് സംസാരിക്കുന്നുണ്ട്. അത് എനിക്ക് തോന്നുന്നു ഡബ്ഡ് വേർഷൻസോ അല്ലെങ്കിൽ എന്താ പറയാ ഹിന്ദിയുടെ അറിവില്ലായ്മ, ആ ഒരു കാരണങ്ങളൊക്കെ കൊണ്ട് കേരളത്തിൽ ഒരുവിധം ആൾക്കാർക്കൊന്നും ഈ ഒരു സിനിമയെ കുറിച്ചിട്ടുള്ള ഒരു പഞ്ച് കിട്ടും എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അല്ലെങ്കിൽ ഹിന്ദി അറിയാത്തതിന്റെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. എന്നെ സംബന്ധിച്ച് ഈ ഒരു സിനിമയ്ക്കകത്ത് പറയുന്ന ഓരോ ക്യാരക്ടേഴ്സ് പറയുന്ന ഓരോ ഡയലോഗുകൾക്കും ഒരുപാട് മീനിങ്സ് ഉണ്ട്. അതായത് എന്താ പറയാ, കോമഡിയിൽ കൂടെ അവതരിപ്പിക്കുന്നതാണെങ്കിലും ഇമോഷൻസിൽ കൂടെ അവതരിപ്പിക്കുന്നതാണെങ്കിലും ഏത് തരത്തിലുള്ള ഡയലോഗ് എടുത്തു കഴിഞ്ഞാലും ഒരുപാട് കാര്യങ്ങൾ അതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. സോ അത് തന്നെയാണ് ഹിരാനിയുടെ റൈറ്റിംഗ് മികവ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഹിരാനി തന്നെയാണ് ഈ ഒരു സിനിമ എഡിറ്റ് ചെയ്തിട്ടുള്ളത്. എഡിറ്റിംഗ് വൈസും ടെക്നിക്കൽ വൈസും ഒക്കെ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ വർക്കായിട്ടുള്ള ഒരു സിനിമയായിട്ടാണ് ഡങ്കി എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ ഒരു സിനിമയുടെ ത്രെഡ് എന്ന് പറയുന്നത് UK ഒരു വയസ്സായിട്ടുള്ള ഒരു 3-4 പേര് തിരിച്ച് ഇന്ത്യയിലേക്ക് വരാൻ വേണ്ടിയിട്ട് തങ്ങളുടെ പഴയ സുഹൃത്തായിട്ടുള്ള ഹാർഡിയെ സമീപിക്കുന്നതാണ്. ഇല്ലീഗൽ ഇമിഗ്രേഷൻ വഴിയാണ് ഇവര് UK സോ അവിടുന്ന് തിരിച്ച് ഇല്ലീഗൽ ഇമിഗ്രേഷൻ വഴി തന്നെ ഇന്ത്യയിലേക്ക് വരേണ്ട ഒരു സാഹചര്യം കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ ഹാർഡി എന്ന് പറയുന്ന ഷാറൂഖ് ഖാന്റെ ക്യാരക്ടർ ഇവരെ തിരിച്ച് ഇന്ത്യയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ ഒരു സിനിമയുടെ മൊത്തത്തിലുള്ള ഒരു കഥ എന്ന് പറയുന്നത്. പക്ഷെ ഈ ഒരു സംഭവത്തിന് ഇടയ്ക്ക് വരുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു സിനിമ പറയുന്നുണ്ട്. ഒരു വളരെയധികം സാധാരണക്കാരനായിട്ടുള്ള 3-4 പേരുടെ കഥ പറയുന്നുണ്ട്. ഒരു പട്ടാളക്കാരന്റെ സിറ്റുവേഷൻസ് പറയുന്നുണ്ട്. ഒരു പട്ടാളക്കാരന്റെ മനോഭാവങ്ങൾ, ഓരോ അവസ്ഥകൾ ഈ ഒരു സിനിമ വളരെ വൃത്തിയായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ട്ഷിപ്പ് പറയുന്നുണ്ട്, പ്രേമം പറയുന്നുണ്ട്, ഫാമിലി ഇമോഷൻസ് പറയുന്നുണ്ട്. എന്തിനു പറയുന്നു, ഒരുവിധം എല്ലാ സാധനങ്ങളും പറയുന്നുണ്ട്. ത്രില്ലിംഗ് ആയിട്ടുള്ള ചില 1-2 സീക്വൻസുകളുണ്ട്. ഇല്ലീഗൽ ഇമിഗ്രേഷൻ എന്ന് പറയുന്ന ഒരു വർഷത്തിൽ 5 ലക്ഷത്തോളം ആൾക്കാർ ഇല്ലീഗൽ ഇമിഗ്രേഷൻ വഴി കടന്നു പോകുന്നുണ്ട് എന്നുള്ള, 5 ലക്ഷമാണ് 5 കോടി എന്നാണ് എന്തോ പറയുന്നുണ്ട്, അവസാനം പറയുന്നുണ്ട്. സോ അവരുടെ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഈ ഒരു സിനിമയ്ക്കകത്ത് പറയുന്നുണ്ട്. ഇനിയിപ്പോൾ ഇമിഗ്രേറ്റ് ചെയ്ത് നിങ്ങൾ UK അല്ലെങ്കിൽ ലണ്ടനിലോ അല്ലെങ്കിൽ വേറെ ഏത് സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാലും അവിടെ നിങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് ഈ ഒരു സിനിമ പറയേണ്ടി വരുന്നുണ്ട്. സ്വന്തം നാടിനെ വിട്ടു നിൽക്കേണ്ട അവസ്ഥ, അതിനെക്കുറിച്ചൊക്കെ വളരെ ഭംഗിയായിട്ട്, വളരെ ഇമോഷണലി, വളരെ ടച്ചബിൾ ആയിട്ട് തന്നെ ഈ ഒരു സിനിമ സംസാരിക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു പടത്തിൽ അഭിനയിച്ചിരിക്കുന്ന ആൾക്കാർ, എസ്പെഷ്യലി വിക്കി കൗശല്, ഷാറൂഖ് ഖാൻ, തപ്സി പന്നു, ഇവരുടെ കൂട്ടുകാരായിട്ട് വരുന്ന 1-2 പേരുണ്ട്. അവര് എല്ലാവരും അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ വെടിപ്പായിട്ട് അവരവരുടെ ക്യാരക്ടേഴ്സ് ചെയ്തു വെച്ചിട്ടുണ്ട്. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 2 ക്യാരക്ടേഴ്സ്, എസ്പെഷ്യലി നമ്മുടെ ഹാർഡി എന്ന് പറയുന്ന നമ്മുടെ ഷാറൂഖ് ഖാൻ അവതരിപ്പിച്ചിട്ടുള്ള ആ ഒരു ക്യാരക്ടർ, അതുപോലെ തന്നെ തപ്സിയുടെ മന്നു എന്ന് പറയുന്ന കഥാപാത്രങ്ങളും. ഫ്രണ്ട്ഷിപ്പ് ഇവര് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിലും ഇതിനു മുമ്പ് 3 Idiots എന്ന് പറയുന്ന ചിത്രം ഇതിന് മുകളിൽ നിൽക്കുന്നതുകൊണ്ട് ഇതിൽ കാണിച്ചിരിക്കുന്നൊന്നും വലിയ സംഭവമായിട്ടൊന്നും എനിക്ക് പേഴ്സണലി തോന്നിയില്ല. പക്ഷെ ഇതിൽ കാണിച്ചിരിക്കുന്ന ലവ് പോർഷൻസ് ഉണ്ടല്ലോ, എസ്പെഷ്യലി ഷാറൂഖ് ഖാന്റെ മുഖത്തൊക്കെ വരുന്ന ഓരോ ഭാവങ്ങൾ, ലവ് പോർഷൻസ്, അദ്ദേഹത്തിന് 60 വയസ്സാവാറായി. ആ ഒരു സന്ദർഭത്തിൽ വരെ അദ്ദേഹം ചെയ്തു വെക്കുന്ന ഓരോ ഇമോഷൻസ് കാര്യങ്ങളൊക്കെ ഞാൻ കണ്ട് വണ്ടറടിച്ചു പോയി. എസ്പെഷ്യലി ഇതിനകത്തൊരു കോർട്ട് റൂം സീനുണ്ട്. ആ ഒരു സീനൊക്കെ വരുന്ന സമയത്ത് വണ്ടറടിക്കുക എന്നുള്ളതല്ലാതെ വേറൊന്നും ചെയ്യാനില്ല. സെക്കൻഡ് ഹാഫിൽ വരുന്ന ആ ഒരു സീന് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു സെക്കൻഡ് ഹാഫിലെ സീൻ. അതുപോലെ തന്നെ ക്ലൈമാക്സിൽ പടം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് തപ്സി പന്നും ഷാറൂഖ് ഖാനും തമ്മിലുള്ള ഒരു സംഭാഷണങ്ങൾ എന്ത് ഭംഗിയായിട്ടാണ്. തപ്സി പന്നു ഒക്കെ അങ്ങനെ എന്താ പറയുക, അവരുടെ ആക്ടിങ് മികവിനെ കുറിച്ചൊന്നും ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല, ഇതിന് മുമ്പത്തെ സിനിമകൾ കണ്ടവർക്കൊക്കെ അറിയാം. പക്ഷേ ഈ ഒരു സിനിമയ്ക്കകത്ത് അത്യാവശ്യം ഏജ്ഡ് ആയിട്ടാണ് അഭിനയിക്കേണ്ടത് 2 പേരും. പക്ഷെ ഷാറൂഖ് ഖാനെ കണ്ട ഇത്ര ഏജ് ഫീൽ ചെയ്യിക്കുന്നില്ല. പക്ഷെ തപ്സി പന്നുവിന്റെ ആ മേക്കപ്പും കാര്യങ്ങളൊക്കെ വളരെ ഗംഭീരമായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. സൂപ്പർ കെമിസ്ട്രി ആയിരുന്നു ഇവർ 2 പേരും തമ്മിലുള്ളത്. അതിനെ എടുത്തു പറയേണ്ട വേറൊരു കാര്യമാണ് മ്യൂസിക്. അമൻ ചെയ്തു വെച്ചിട്ടുള്ള സ്കോറിങ്ങും അതുപോലെ തന്നെ പൃഥത്തിന്റെ പാട്ടുകളൊന്നും പറയാനില്ല, തിയേറ്ററിക്കൽ മെറ്റീരിയൽ തന്നെ. ഇതിനു മുന്നേ തന്നെ യൂട്യൂബിൽ റിലീസ് ആയിട്ടുണ്ട്. ആ പാട്ടുകളൊക്കെ തിയേറ്ററിൽ കേൾക്കുമ്പോൾ അത്യാവശ്യം നല്ല ഫീലുള്ള ഒരു ഡപ്പാങ്കുത്ത് പാട്ട് കാര്യങ്ങളൊക്കെ നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. സോ ഈ ഒരു സിനിമ കണ്ടിട്ട് എല്ലാവരും ഫീൽ ഗുഡ് മൂവി
മൂവി എന്ന് വിചാരിച്ച് പോകുന്നതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. ഈ ഒരു സംഭവത്തിനകത്ത് ഫീൽ ഗുഡ് ഉണ്ട്, പക്ഷെ ഒരു സീൻ ഫീൽ ഗുഡ് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനപ്പുറത്തേക്ക് ഒരു 100 മടങ്ങ് സാഡാക്കി കളയുന്ന, അല്ലെങ്കിൽ എന്താ ഫീൽ സാഡ് എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ഒരു സീക്വൻസും വെച്ചിട്ടുണ്ടാവും. സോ അതുകൊണ്ട് തന്നെ ഫീൽ ഗുഡ് മൂവി, ഒരു പക്കാ ഫീൽ ഗുഡ് മൂവി എന്നൊന്നും ഈ ഒരു സിനിമ ഒരിക്കലും വിളിക്കാൻ പറ്റില്ല. ബ്ലാക്ക് ഹ്യൂമറിൽ കൂടെ ഒരുപാട് ഇമോഷൻസ് പറഞ്ഞു പോകുന്ന ഒരു സിനിമയായിട്ടാണ് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. അത്തരത്തിൽ ഫീൽ ഗുഡ് മൂവി ആണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിരാശയായിരിക്കും ഫലം എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ എന്നെ സംബന്ധിച്ച് ഈ ഒരു സിനിമ വളരെയധികം നല്ല രീതിക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ ഈ ഒരു ക്രിസ്മസ് റിലീസിന് എത്തിയിട്ടുള്ള ഈ ഒരു നേര്, സലാറ്, ഡങ്കി, അതുപോലെ തന്നെ അക്വാമാൻ എന്നീ സിനിമകളിലൊക്കെ നേരാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അത് കഴിഞ്ഞാൽ ഡങ്കിയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. കാരണം ഹിന്ദി നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഇതിൽ പറയുന്ന ഓരോ വാക്കിനും ഓരോ അർത്ഥങ്ങളുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്നതാണ് തോന്നിയത്. എസ്പെഷ്യലി നമ്മൾ നേരിൽ മോഹൻലാൽ തിരിച്ചു വന്നു, മോഹൻലാൽ എന്ന് പറയുന്ന നടൻ തിരിച്ചു വന്നു എന്നൊക്കെ പറയുന്നത് പോലെ ഷാറൂഖ് ഖാൻ എന്ന് പറയുന്ന നടനുണ്ട്. ഷാറൂഖ് ഖാന്റെ സ്റ്റാർഡത്തിനാണ് നമ്മൾ ഈ കണ്ട കുറച്ചൊരു 10 കൊല്ലത്തിനിടയിൽ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അഭിനയ പ്രാധാന്യമുള്ള റോളുകളൊക്കെ വളരെ കുറച്ചാണ് ഷാറൂഖ് ഖാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരു സിനിമയ്ക്കകത്ത് പക്ക ഡെലിവറി ചെയ്തിട്ടുള്ള ആ ഒരു ഇമോഷൻസും കാര്യങ്ങളൊക്കെ, ഞാൻ പറയുന്നത് നേരത്തെ വണ്ടറടിച്ച് പോകാന്നുള്ളത് നമുക്ക് പറയാനുള്ളൂ. അതിനപ്പുറത്തേക്ക് എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് അത്തരത്തിലുള്ള ഒരു ഷാറൂഖ് ഖാൻ ഇഷ്ടം കൂടി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു സിനിമ കണ്ടു നോക്കുക. നല്ലൊരു ക്വാളിറ്റി ഉള്ള തിയേറ്ററിൽ കണ്ടു നോക്കുക. പടത്തിന്റെ ലെങ്ത് ഒരു 3 മണിക്കൂറോളം ഉണ്ട്. 2.25 മണിക്കൂർ, 2 മണിക്കൂർ 46 മിനിറ്റ് എങ്ങാണ്ടുണ്ട്. അതിൽ ചില സീൻസ്, സെക്കൻഡ് ഹാഫിൽ ചില സീൻസ് വെട്ടി കുറയ്ക്കാമായിരുന്നു എന്ന് തോന്നി. ആ ഒരു സംഭവങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി അതർവൈസ് ഗംഭീരമായിട്ടുള്ള പെർഫോമൻസുകളുടെ, ഗംഭീരമായിട്ടുള്ള ഡയറക്ഷന്റെ ഒരു സിനിമ. അതാണ് ഡങ്കി. എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. ഗംഭീരമായിട്ടുള്ള മ്യൂസിക്കൽ ഡ്രാമ, അങ്ങനെയാണ് എനിക്ക് പേഴ്സണലി ഈ ഒരു സിനിമ തോന്നിയിട്ടുള്ളത്. സോ നിങ്ങൾ ഈ ഒരു സിനിമ കണ്ടിട്ടുള്ളവരാണെങ്കിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നിരുന്നു, ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, കമന്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് മറക്കാതിരിക്കുക. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ ഗൈസ്.